40 വർഷത്തെ പരദേശ ജീവിതത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് സ്വന്തം സ്ഥലമായ ആലപ്പുഴ ജില്ലയിലെ മഹാദേവികാട് എന്ന ഗ്രാമത്തിൽ മാതൃകാ മത്സ്യകർഷകനായി സന്തോഷവാനായി കഴിയുകയാണ് BSNൽ നിന്നും വിരമിച്ച ശ്രീ ശശികുമാറും കുടുംബവും. ലോകം മുഴുവൻ പുതിയ കാലഘട്ടത്തിലേക്ക് കുതിച്ചുപായുമ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുവാനും പ്രായോഗിക തലത്തിൽ എത്തിച്ച് വിജയം കൈവരിക്കുവാനും സാധിച്ച നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ശശികുമാർ. ഔദ്യോഗിക ജീവിതം അവസാനിക്കാറായപ്പോൾ മനസ്സിൽ കടന്നുകൂടിയ ഒരു ചിന്തയെ ഫലപ്രാപ്തിയിലെത്തിച്ച് ശിഷ്ടകാലം ആസ്വാദ്യകരമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ മത്സ്യകർഷകൻ. ഇത് മൈത്രിപ്പാടം, ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി പഞ്ചായത്തിൽ തൃക്കുന്നപ്പുഴയ്ക്കടുത്ത് മഹാദേവികാട് എന്ന ഗ്രാമത്തിലെ മാതൃകാ മത്സ്യ ഫാം. കുറ്റിപ്പുറം കൊല്ലം ദേശീയ ജലപാതയോട് ചേർന്ന് കായംകുളം കായലിന്റെ വടക്ക് ഭാഗത്തായി പുളിക്കീഴ് തോടിന് സമീപമാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. പായൽ കയറി കാട് പിടിച്ച് ഒറ്റത്തട്ടായി കിടന്നിരുന്ന 5 ഏക്കറോളം വരുന്ന വെള്ളക്കെട്ടായ സ്ഥലമായിരുന്നു മുൻപ് ഇവിടം. ഒറ്റത്തട്ടായി കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി മത്സ്യകൃഷി ആരംഭിക്കുവാനായിരുന്നു ശശികുമാറിന്റെ തീരുമാനം. തുടർന്ന് ലഭിച്ച വിദഗ്ധോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒറ്റപ്പാടത്തെ 4 തട്ടുകളാക്കി തരംതിരിക്കുകയാണുണ്ടായത്. യന്ത്രത്തിന്റെ സഹായത്തോടെ തട്ടുകൾ തിരിച്ച് കയർഭൂവസ്ത്രവും മുളയും ഉപയോഗിച്ച് ബണ്ടുകൾക്ക് ബലം നൽകിയാണ് മത്സ്യപാടങ്ങൾ ഒരുക്കിയത്. പൂമീനായിരുന്നു ആദ്യം പരീക്ഷിച്ച മത്സ്യയിനം. പിന്നീട് ടൈഗർ പ്രോണും കരിമീനും എത്തുകയുണ്ടായി. മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന കച്ചവട കണ്ണിലൂടെ അല്ലാതെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ശശികുമാർ കരിമീനിന്റെ ഫാമിലി സോഷ്യൽ ലൈഫ് രീതി ഇഷ്ടപ്പെടുകയും അവയെ കൂടുതൽ വളർത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു വരുന്നു. കരിമീനെ രാവിലെയും വൈകിട്ടുമാണ് കരിമീനും തീറ്റ കൊടുക്കുന്നത്, കാലത്തും കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു ഭയങ്കര ജീവിതചക്രമുള്ള കൃഷിയാണ് കരിമീൻ. ഇതിനെ മുട്ടയിടുന്നൊരു സമയം, വളർത്തുന്ന സമയം. ഇത് മുട്ടയിടുന്നത് എന്നു പറഞ്ഞാൽ ഇണ ചേർന്നിട്ട് ഒരു കരിമീൻ വേറൊരു കരിമീനുമായിട്ട് എപ്പോഴും ഒരു ഒറ്റ പേരേ ഉണ്ടാകത്തുള്ളൂ. ആ പേരുമായിട്ടുള്ളൊരു ബന്ധമൊന്നും വളരെ കുടുംബജീവിതമുള്ളൊരു മത്സ്യമാണ് കരിമീൻ. അത് മുട്ടയിടുന്ന സമയത്ത് കുട്ടി മുട്ട വയ്ക്കുമ്പോഴത്തേക്ക് തന്ത എന്ന് നമ്മൾ പറയുന്ന കക്ഷി ചുറ്റും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. ഇവൻ്റെ ശത്രുവായിട്ടുള്ള കുലംകുത്തി എന്ന് ഇപ്പോൾ പറയാവുന്ന ഭാഷയിൽ പറയാവുന്ന കുലംകുത്തി എന്ന് പറയുന്ന പള്ളത്തിയാണ്. ഇപ്പം മുട്ടയിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഈ പള്ളത്തി വന്നിട്ട് ഇതിൻ്റെ മുട്ട മുഴുന്നുന്നുണ്ട്. അതിനാണ് മറ്റേ തന്ത വന്നിട്ട് ഓടിച്ചിട്ട് ഇത് മുട്ട വിരിഞ്ഞ് കുഞ്ഞു ചെറുതാകുമ്പോഴത്തേക്ക് ഇതിനെ തിന്നാനായിട്ട് വീണ്ടും പള്ളത്തി വരും. അപ്പോഴിത് ഈ തള്ള എന്ത് ചെയ്യും, ഇതിനെല്ലാം കൂടി എടുത്ത് കവിളി കയറ്റി ഇട്ട് വേറെ ലൊക്കേഷൻ. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ പല കുഴികളുണ്ടാക്കും, ഒരു 5-6 കുഴികളുണ്ടാക്കും. ആ ഒരു കുഴിയിലായിരിക്കും ഈ കുഞ്ഞ് ഉണ്ടാകുന്നത്. അപ്പം മറ്റേ പള്ളത്തി ഒന്ന് തിന്നാൻ വരുമ്പോഴത്തേക്ക് ഏതിലെ കിടക്കുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഒരു കോമൺ ഫ്ലോ പോലെ. ഇതിനെല്ലാം കൂടെ കവിളിലാക്കിയിട്ട് വേറെ സേഫ് ലൊക്കേഷൻ ഇട്ടു പോയിട്ട് ഇത് വലുതായി കഴിയുമ്പോഴത്തേക്ക് ഈ സമയത്ത് ഈ കുളത്തിലുള്ള എല്ലാ മീനും കൂടെ ഒരു ജാഥ പോകുന്ന പോലെ എല്ലാവരുടെയും ഇങ്ങനെ സർക്കിൾ ചെയ്യും. ഏതൊക്കെ സ്ഥലത്ത് കുഴിയിൽ മുട്ടയിട്ട് നിൽപ്പുണ്ടോ അവിടെ എല്ലാം വന്ന് സന്ദർശിച്ചിട്ട് ഒരു ടീമായിട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. വലിയ ജാഥയായിട്ട് പോകും. അത് ഞാൻ പറഞ്ഞ ഒരു വലിയൊരു ഫാമിലി സോഷ്യൽ ലൈഫുള്ളൊരു മത്സ്യമാണ് കരിമീൻ. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വലുതായി കഴിയുമ്പോഴത്തേക്ക് ഇതിനെ സ്വന്തമായിട്ട്
ഇൻഡിപെൻഡൻറ്റ് ആകുന്നത് വരെ ഈ തള്ളയും തന്തയും കൂടെ ഇതിനെ കൊണ്ടുനടക്കും. സ്വന്തമായിട്ട് നിൽക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് മത്സ്യങ്ങൾക്ക് ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുവാൻ സഹായകമാകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ആഹാരം കൊടുക്കുവാനുമെല്ലാം തികച്ചും ജൈവികമായ മാർഗങ്ങളാണ് ഇവിടെ അവലംബിക്കുന്നത്. തട്ടുകളായി തിരിച്ച് വെള്ളക്കെട്ടുകളുടെ തീരത്തായി കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും ബണ്ടുകളുടെ പാർശ്വവശങ്ങളെ കൂടുതൽ ബലവത്തായി നിലകൊള്ളുവാൻ സഹായിക്കുകയും ചെയ്യും. കണ്ടൽ ചെടികളിൽ ധാരാളം ഓക്സിജൻ തങ്ങി നിൽക്കുന്നതിനാൽ മീനുകൾക്ക് ശുദ്ധജലം ലഭ്യമാകുന്നു. അതുപോലെ മത്സ്യങ്ങളുടെ പ്രജനനത്തിനും മുട്ടകൾ സൂക്ഷിക്കുന്നതിനും കണ്ടലിൻ്റെ വേരുകൾ അനുയോജ്യമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. മത്സ്യങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിണ്ണാക്കും മീനിൻ്റെ തോക്കും കൊഞ്ചിൻ്റെ തോക്കുമാണ് പ്രധാന ഭക്ഷണമെങ്കിലും സമീപമുള്ള ഓഡിറ്റോറിയത്തിൽ നിന്നും മിച്ചം ലഭിക്കുന്ന ചോറും ധാരാളമായി മീനുകൾക്ക് ആഹാരമാകുന്നു. കൂടാതെ മത്സ്യപാടത്തിന് മുകളിൽ തന്നെ കോഴിക്കൂട് തയ്യാറാക്കി അതിൽ കോഴികളെ വളർത്തി വരുന്നതിനാൽ കോഴികളുടെ അവശിഷ്ടങ്ങൾ ജലത്തിൽ വീണ് മീനുകൾക്ക് ആഹാരമായി തീരുന്നു. ഞാൻ കൊടുക്കുന്ന പിണ്ണാക്കും ഇതും പിണ്ണാക്ക് കൊടുക്കും. പിന്നെ മീനിൻ്റെ തോക്ക, ഈ കൊഞ്ചിൻ്റെ തോക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പുറത്ത് കൊഞ്ച് പൊളിച്ചിട്ട് അതിൻ്റെ പരിപ്പെടുത്തതിന് ശേഷം വരുന്ന സാധനമാണ് തോക്ക. അത് വളമായിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്. ഞാനതിനെ ഒരു മത്സ്യത്തിൻ്റെ ആഹാരമായിട്ട് കൊടുക്കണം. പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് അത് ഒരു ആഹാരമായിട്ട് മാറുന്നുണ്ട്. പിന്നെ എനിക്കുള്ളൊരു ഗുണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, കല്യാണ ഓഡിറ്റോറിയം. ഇപ്പോൾ കല്യാണം വളരെ ആർഭാടപൂർവ്വം നടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ചോറ് അധികം വരും. അധികം ചോറ് വരുന്നത് തിന്നാനുള്ള ഭാഗ്യം എൻ്റെ മീനാണ്. പിന്നെ ഞാൻ ഈ കൃത്രിമമായിട്ടുള്ള എൻ്റെ അടുത്ത് ഒരുപാട് കൃത്രിമ ആർട്ടിഫിഷ്യൽ ഫുഡിൻ്റെ ആൾക്കാർ വരും. ഞാൻ കൃത്രിമമായിട്ടുള്ള യാതൊരു തീറ്റയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കൃത്രിമമായിട്ടുള്ള മീനും വളർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മീൻ പിടിക്കുന്ന കാര്യത്തിലുമുണ്ട് ഇവിടെ ചില ചിട്ടവട്ടങ്ങൾ. ഒന്നിച്ചുള്ള കൂട്ടായ മീൻപിടുത്തമല്ല ഇവിടെ പിന്തുടരുന്നത്. ആവശ്യാനുസരണം ഉടൻ ലഭ്യമാക്കുവാനായി നേരത്തെ തന്നെ മീനുകളെ പിടിച്ച് കുളത്തിന് സമീപത്തെ പ്രത്യേകം തയ്യാറാക്കിയ ചെറിയ ടാങ്കുകളിൽ സംഭരിച്ച് സൂക്ഷിക്കുന്നു. ടാങ്കിലെ മത്സ്യങ്ങളുടെ സുഗമമായ വളർച്ചയ്ക്ക് കൃത്രിമമായി ഓക്സിജനും നൽകി വരുന്നു. കരിമീനിൻ്റെ ഡിമാൻഡും കരിമീൻ കുഞ്ഞുങ്ങളുടെ ലഭ്യതയിലുള്ള അഭാവവും കരിമീൻ കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. ഒരു കരിമീൻ കുഞ്ഞിന് 5 രൂപയും മുട്ടയിടാറായ കരിമീനുകൾക്ക് 60 രൂപയും നിരക്കിലാണ് ഇപ്പോൾ ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഞാനിവിടെ ഒരു ബിഗ് ഹാർവെസ്റ്റ് നടത്തല്ല. കാരണം ആദ്യത്തെ 1-2 ഹാർവെസ്റ്റോടുകൂടി എനിക്ക് മനസ്സിലായിരുന്നു വലിയ ഹാർവെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇതിന് വിപണനം ഒരു വലിയ ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലോ ആ സീസൺ ആകുമ്പോഴത്തേക്ക് പിടിക്കും. അപ്പോൾ അത് പിടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ ഒരു വില ഫിക്സ് ചെയ്തിട്ടുണ്ട്. 300 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. 250-300 രൂപ. പുറത്ത് 350-400 കാണുമായിരിക്കും. പക്ഷേ ഞാനൊരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ടുണ്ട്. അതിന് നിശ്ചിതമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവർ വന്ന് പറയും മീൻ വേണമെങ്കിൽ വിളിച്ചു പറയും. അന്നേരം പിടിച്ച് വീശി കൊടുക്കുകയോ അല്ലെങ്കിൽ ഉടക്ക് വലയിട്ടിട്ട് പിടിച്ചു കൊടുക്കും. അതാണ് വിപണനത്തിൻ്റെ ഒരു കാര്യം. പിന്നെ ഉണ്ടായിരിക്കുന്നൊരു പുതിയ വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. കരിമീൻ കുഞ്ഞുങ്ങളെ ഇപ്പോൾ കിട്ടാനില്ല. കരിമീൻ കുഞ്ഞുങ്ങൾക്ക് ഫിഷറീസിന് പോലും കരിമീൻ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തുള്ള ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങളെ പിടിക്കുക എന്നുള്ളൊരു പ്രയാസമാണ്. ആ ഒരു ടെക്നോളജി ഇതുവരെയായിട്ട് ഫിഷറീസുകാർ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തൊരു നമ്മൾ തന്നെ ഒരു ഐഡിയ ഇട്ടിട്ട് ഒരു ക്യൂബ് ഉണ്ടാക്കി ഇടും. അതിനകത്ത് തീറ്റ ഇടും. ദിവസം 200, 300, 400 കിട്ടും. അതിനെ ഒരു ടാങ്കിലിടും. ടാങ്കിലിട്ടിട്ട് ഒറ്റയ്ക്ക് വന്ന് ഒരാൾ ഒന്നിച്ചു വന്ന് വാങ്ങിക്കൊണ്ടുപോകും. ഇന്ന് മൈത്രിപ്പാടം ഗ്രാമത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഉൾനാടൻ മത്സ്യസംരക്ഷണത്തിന്റെ ഭാഗമായി കേരള സർക്കാർ ജലകൃഷി വികസന ഏജൻസിയുടെ സഹകരണത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ ഫാം പ്രവർത്തിക്കുന്നത്. മീൻ വളർത്താൻ തയ്യാറായി വരുന്നവർ പലരും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇവിടെ വരുന്നു. ഗ്രാമീണരിൽ നിന്നും ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും തൻ്റെ സഞ്ചാരങ്ങളിൽ നിന്നും ലഭിക്കുന്ന മീനറിവുകൾ ശശികുമാർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവരിൽ പലരും പ്രചോദനം ഉൾക്കൊള്ളുകയും വൻ തുകകൾ മുടക്കി മത്സ്യകൃഷി ചെയ്ത് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ പൂമീനുണ്ട്, കരിമീനുണ്ട്, ടൈഗറുണ്ട്. ചാങ്ങണ്ണി ഉണ്ടായിരുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ. അതെല്ലാം കോരി ഞങ്ങൾ പിടിച്ച് വിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കരിമീനും ടൈഗറും കിടപ്പുണ്ട്. പൂമീനും ഉണ്ട്. കരിമീൻ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.
പൂമീൻ 200-നും 160-നും ഒക്കെ കൊടുത്ത് കിലോയ്ക്ക്. ടൈഗർ 450-500 തികഞ്ഞ പാരിസ്ഥിതിക ബോധമുള്ള, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ സ്ഥലത്ത് പ്രകൃതിക്ക് അനുസൃതമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചെടുത്തതിൻ്റെ ഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി ചെലവ് കുറഞ്ഞ രീതിയിൽ ഓടിട്ട മച്ചുള്ള ഒരു പഴയ വീട് മത്സ്യപാടത്തോട് ചേർന്ന് നിർമ്മിച്ചു. അശാസ്ത്രീയമായ കോൺക്രീറ്റ് മതിലുകൾക്ക് പകരം ജൈവവേലിയായ ശീമക്കൊന്ന ഉപയോഗിച്ചാണ് ഇവിടെ അതിരുകൾ തിരിച്ചിരിക്കുന്നത്. ഇത് മണ്ണൊലിപ്പ് തടയുന്നതിനും പച്ചില വളമായി ഉപയോഗിക്കുവാനും സഹായകമാകുന്നു. തട്ടുകളാക്കി തിരിച്ചിരിക്കുന്നതിനിടയിലുള്ള ബണ്ടുകളിൽ തെങ്ങും വാഴയുമെല്ലാം വെച്ചുപിടിപ്പിച്ച് സ്വാശ്രയത്വം കൈവരിക്കുവാനുള്ള ശ്രമവും നമുക്കിവിടെ കാണാം. മത്സ്യപാടം ഉൾപ്പെടെയുള്ള ഈ 5 ഏക്കറിൽ ഇന്ന് ഏകദേശം 175-ൽ പരം തെങ്ങുകളും 100ഓളം അടയ്ക്കാമരങ്ങളും പുന്ന, വേപ്പ്, മഹാഗണി, നാരകം, ഇലഞ്ഞി, ആൽ, മാവ് മുതലായവയെല്ലാം കാണുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്, തക്കാളി, വെണ്ട, രംഭ, പച്ചമുളക് മുതലായവയും ഇവിടെ ധാരാളം. പുളിക്കീഴ് തോടിലെ ജലം തൻ്റെ പാടത്തിലേക്ക് കടത്തിവിട്ടാണ് ശശികുമാർ വിജയകരമായി മത്സ്യകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോട്ടിൽ നിന്നും തൻ്റെ പാടത്തിലേക്കുള്ള ചാലിൽ കൃത്രിമ വല ഘടിപ്പിച്ച് വെള്ളം ശുദ്ധീകരിച്ചാണ് ശശികുമാർ തൻ്റെ പാടത്തിലേക്ക് ഒഴുക്കിവിടുന്നത്. പാടത്തിലെ മത്സ്യങ്ങൾ തോട്ടിലേക്ക് പോകുന്നത് തടയാനും തോട്ടിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മലിനീകരണ വസ്തുക്കൾ തൻ്റെ പാടത്തേക്ക് വരുന്നത് തടയാനും ഇതുമൂലം സാധിക്കുന്നു. നീർനായയുടെ കൂട്ടത്തോടെയുള്ള ശല്യം ചെയ്യലിനെ നിയന്ത്രിക്കുവാൻ മീൻപാടങ്ങൾക്ക് ചുറ്റും വല ഉപയോഗിച്ച് വേലി കെട്ടിയതൊഴിച്ചാൽ മറ്റ് രീതികളിലുള്ള യാതൊരുവിധ സംരക്ഷണ മുൻകരുതലുകളൊന്നും തന്നെ ഇവിടെ കാണാനില്ല. പക്ഷികൾ യഥേഷ്ടം മൈത്രിപ്പാടത്തെ മീനുകൾ ഭക്ഷിച്ച് ജീവിക്കുന്നു. അവയും ഈ പാടത്തെ ആശ്രയിച്ച് ജീവിച്ചോട്ടെ എന്ന ശശികുമാറിൻ്റെ സഹജീവി സ്നേഹം ഇവിടെയും വ്യക്തം. ഞാനിപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷം രൂപ ഇവിടെ മുടക്കുന്നതിന് പകരം ബാങ്കിൽ കൊണ്ടിടുവാണെങ്കിൽ അവിടെ വളരെ കറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ട്സിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ആ പണം കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ വരും, ചിലവഴിക്കാം. പക്ഷേ അതിൻ്റെ ഒപ്പം എനിക്ക് കിട്ടുന്ന വേറെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, പിന്നെ ഈ കിട്ടുന്ന കാശ് ഡോക്ടർ കൊടുക്കാനും പറ്റും. ഇതല്ലല്ലോ, ഇത് രാവിലെ ഇറങ്ങിയിട്ട് ഞാൻ മീനെ കാണുന്നു, ഞാനുമായിട്ടൊരു സഞ്ചാരം, ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ മീൻ വരുന്നു, പിന്നെ മീനെ കണ്ടുള്ളൊരു ലൈഫ്. ഈ ഒരു സംഭവം കൊണ്ട് എനിക്കൊന്നും പറ്റി യാതൊരു പ്രോബ്ലവും ഇല്ല. എനിക്കൊരു ഹെൽത്ത് പ്രോബ്ലവും ഇല്ല, യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് എൻ്റെ ഭാര്യയും തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് പോകുന്നു. അവരിവിടെ വന്നിട്ട് ഈ കക്ഷി അങ്ങോട്ട് പോകാതായിപ്പോൾ, കാരണം ഇവിടുത്തെ ഒരു ലൈഫ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് പോയി. ചുറ്റുമുള്ള പുഴകളും പാടവും ചെടികളും മരങ്ങളും മത്സ്യങ്ങളും പക്ഷികളും പറവുകളും ഒക്കെ നിറഞ്ഞ ആവാസ വ്യവസ്ഥ മനസ്സിൽ നിറയുമ്പോൾ മാത്രമാണ് മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകുന്നത്. പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിക്കുന്ന ശശികുമാറും കുടുംബവും അതിൻ്റെ ഒരു മാതൃകയായി നമുക്ക് കാണാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ കൃഷിയിൽ 5 ദിവസത്തെ പരിശീലനം.
കാർഷിക വൃത്തിക്ക് കർമ്മസേന സജ്ജം. കെപ്കോ വിൽപ്പനശാലയ്ക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. വാർത്തകൾ വിശദമായി. റബ്ബർ കൃഷിയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. പുതിയ നടീൽ വസ്തുക്കൾ, നടീൽ രീതികൾ, വളപ്രയോഗം, കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമുള്ള പരിരക്ഷ, വിളവെടുപ്പ്, റെയിൻ ഗാർഡിംഗ്, റബ്ബർ പാൽ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 5 ദിവസത്തെ പരിശീലന പരിപാടി മെയ് 19 മുതൽ 23 വരെ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 235 1313. മറ്റൊരു നമ്പർ 0481 235 3127. ക്ഷീര കർഷക ക്ഷേമനിധിയുടെ പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ വാങ്ങുന്ന ക്ഷീര കർഷകർ 2014-15 സാമ്പത്തിക വർഷത്തേക്കുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ മെയ് 31 മുൻപായി സമർപ്പിക്കണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് അടുത്തുള്ള ക്ഷീര സംഘവുമായോ ക്ഷീരവികസന ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൃഷി ചെയ്യാൻ ആളെ കിട്ടാത്ത സാഹചര്യത്തിൽ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുമായി രംഗത്തു വന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും തെങ്ങുകയറ്റം ഉൾപ്പെടെ വിവിധ യന്ത്രങ്ങൾ സഹിതം ചെയ്യുവാൻ ഈ കർമ്മസേന സജ്ജമാണ്. 50 അംഗങ്ങളുള്ള കർമ്മസേനയുടെ സേവനം താരതമ്യേന കുറഞ്ഞ കൂലിയിൽ കർഷകർക്ക് ലഭിക്കും. ആവശ്യമുള്ളവർ വെങ്ങാനൂർ കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 248 1822. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ കൊച്ചി കാക്കനാട്ടുള്ള ഓഫീസിൽ വിവിധ ഇനം പച്ചക്കറി തൈകളും കൂൺ വിത്തുകളും വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ടെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. പച്ചക്കറി വിത്തുകൾക്ക് 2 രൂപയും കൂൺ വിത്ത് 250 ഗ്രാമിന് 35 രൂപയുമാണ് വില. ആവശ്യമുള്ളവർ BFPCKയുടെ കാക്കനാട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0484 24 27 455. മറ്റൊരു നമ്പർ 0484 24 27 544. സർക്കാരിന്റെ കോഴി വ്യവസായ സ്ഥാപനമായ കെപ്കോയുടെ വിൽപ്പനശാല തുറക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9562015277. തിരുവനന്തപുരം കനകക്കുന്ന് സൂര്യകാന്തി മൈതാനത്ത് മെയ് 11 വരെ നീളുന്ന ദേശീയ തേൻ മാമ്പഴോത്സവം ആരംഭിച്ചു. സംസ്ഥാനത്ത് നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിവിധതരം മാങ്ങകൾ, മാവിൻ തൈകൾ, തേൻ ഉൽപ്പന്നങ്ങൾ, തേൻ എന്നിവ പ്രദർശനത്തിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും മാംഗോ ഗ്രോവേഴ്സ് അസോസിയേഷനും ചേർന്നാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. മാധുരി ഇനത്തിൽപ്പെട്ട മെച്ചപ്പെട്ട ഇനം കരിമ്പ് വിത്തുകൾ തിരുവല്ല ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. ടണ്ണിന് 3250 രൂപയാണ് വില. കരിമ്പ് വിത്തുകൾ ആവശ്യമുള്ള കർഷകർ മുൻകൂട്ടി ഓർഡർ നൽകേണ്ടതാണ്. ഇതിനായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0469 260 4181. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ ക്വിൻ്റലിന് 15000 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 15900 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 14900 രൂപ, കൊപ്ര കൊച്ചിയിൽ 10500 രൂപ, കൊപ്ര കോഴിക്കോട് 10400 രൂപ, കൊപ്ര തൃശൂർ 10725 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69000 രൂപ, ഗാർബിൾഡ് 71000 രൂപ, ചുക്ക് മീഡിയം 35000, ചുക്ക് ബെസ്റ്റ് 36500 രൂപ, മഞ്ഞൾ സേലം 7600 രൂപ, മഞ്ഞൾ ഈറോഡ് 8000 രൂപ, അടയ്ക്ക പുതിയത് 17000-നും 18000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13600 രൂപ, RSS 4 ഗ്രേഡ് 14000 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13600 രൂപ, RSS 4 ഗ്രേഡ് 13900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 15000 രൂപ, മെയ് അവധി 13970 രൂപ, ജൂൺ 12810 രൂപ, ജൂലൈ 12200 രൂപ, കൊപ്ര 10400 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2950 രൂപ, പിണ്ണാക്ക് റോട്ടറി 3000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69000 രൂപ, ഗാർബിൾഡ് 71000 രൂപ, ചുക്ക് മീഡിയം 35000, ചുക്ക് ബെസ്റ്റ് 36500 രൂപ, മഞ്ഞൾ നാടൻ 6200 രൂപ, അടയ്ക്ക പുതിയത് 17000-നും 12000-നും ഇടയിൽ.
ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 325 മുതൽ 350 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 550 മുതൽ 630 രൂപ വരെ. ജാതിപത്രി കിലോഗ്രാമിന് 850 മുതൽ 900 രൂപ വരെ. ഗ്രാമ്പൂ 950 മുതൽ 1115 രൂപ വരെ. റബ്ബർ RSS ഗ്രേഡ് 5 13,600 രൂപ. റബ്ബർ RSS ഗ്രേഡ് 4 14,000 രൂപ. ഒട്ടുപാൽ 9,900 രൂപ. ലാറ്റക്സ് 10,800 രൂപ. കമ്പോള അവലോകനം. ഹൈ റേഞ്ചിലെ സുഗന്ധവ്യഞ്ജന കർഷകരെ ആവേശം കൊള്ളിച്ച് കുരുമുളക് സർവകാല റെക്കോർഡ് നിലവാരത്തിലേക്ക്. ഇടുക്കിയിൽ നിന്നുള്ള രാജകുമാരി മുളക് കിലോയ്ക്ക് 725 രൂപയ്ക്ക് കൈമാറ്റം നടന്നു. വിലക്കയറ്റത്തിനിടയിൽ കാർഷിക മേഖലകളിൽ നിന്നുള്ള ചരക്ക് നീക്കം കുറഞ്ഞു. കുരുമുളക് സംഭരിക്കാൻ അന്തർ സംസ്ഥാന വ്യാപാരികൾ രംഗത്തുണ്ട്. ഗാർബിൾഡ് മുളക് 710 രൂപയിലാണ് ഇടപാടുകൾ ആരംഭിച്ചത്. അവധി വ്യാപാര രംഗത്ത് റബ്ബറിന് നേരിട്ട തിരിച്ചടി കർഷകരിലും സ്റ്റോക്കിസ്റ്റുകളിലും സമ്മർദ്ദമുളവാക്കി. റബ്ബർ അവധി നിരക്ക് 13,600ലേക്ക് താഴ്ന്നത് റെഡി ചരക്ക് വിലയെ ബാധിച്ചു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭ്യമായ സാഹചര്യത്തിൽ റബ്ബർ വെട്ട് പുനരാരംഭിക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് ഉൽപ്പാദന മേഖല. കൊച്ചിയിൽ വെളിച്ചെണ്ണ 100 രൂപ വർദ്ധിച്ച് 15,000ലേക്ക് ഉയർന്നപ്പോൾ തൃശൂരിൽ എണ്ണ 200 രൂപയുടെ മികവ് കാണിച്ചു. കൊപ്രയുടെ നിരക്കും കയറി. വിലക്കയറ്റം കണ്ട് മില്ലുകാർ വെളിച്ചെണ്ണ നീക്കം നിയന്ത്രിച്ചു. തമിഴ്നാട്ടിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ വില ഉയർന്നിട്ടുണ്ട്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.4, 23.4. കൊച്ചി 34.2, 24.2. ആലപ്പുഴ 32, 25. പുനലൂർ 33.5, 22. തിരുവനന്തപുരം 33, 23.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.